തങ്ങൾ കടന്നു വന്നപ്പോ കുടുംബങ്ങളും നാട്ടുകാരും ഭ്രഷ്ട് കൽപ്പിച്ചു, നാടുകടത്തി വാദി ശുഅബ എന്ന മലഞ്ചെരിവിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖദീജ ബീവിയെയും കുഞ്ഞുമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും നാടുകടത്തി. ദിവസങ്ങളും ആഴ്ചകളും ഭ്രഷ്ട് നീണ്ടുനിന്നു. പട്ടിണിയായി, കയ്യിലൊന്നുമില്ലാതെയായി, കുടിവെള്ളം തീർന്നു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുകയാ, നബിയേ, ഞാനിതാ രോഗിയാവുകയാണ്, എന്റെ ശരീരം തളരുകയാണ്, അന്നമില്ലല്ലോ, വെള്ളമില്ലല്ലോ, പട്ടിണിയാണ്. പകല് മുഴുവനും കത്തിയാളുന്ന സൂര്യന്റെ ചൂടില് കരിമ്പാറ കൂട്ടങ്ങൾക്കിടയിലാ കഴിയുന്നത്. രാത്രിയിലോ മഴ പോലെ മഞ്ഞ് പെയ്യുകയാണ്, അന്നമില്ല, വെള്ളമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും പൊന്നുമോള് ഫാത്തിമ 5 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മോളാണ്. ഉമ്മാടെ അടുത്ത് വന്നിട്ട് പറയുകയാ, ഉമ്മ വിശക്കുന്നു, ഉമ്മ സഹിക്കാൻ പറ്റുന്നില്ല, ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മ, എന്തിനാ നമ്മൾ ഇവിടേക്ക് നാട് കടത്തിയത്? നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വന്നത്? ഖദീജ ബീവി പൊന്നുമോളോട് പറയുകയാ, ഫാത്തിമ, ബാപ്പ അല്ലാഹുവിന്റെ റസൂലാ, സത്യമായ മതത്തിന്റെ പ്രവാചകരാ, പ്രചാരകരാ, സത്യത്തിന് വേണ്ടിയാണ്, നാളെ പടച്ച തമ്പുരാന്റെ ദീന് വളരാൻ വേണ്ടിയാണ് ഫാത്തിമ നമ്മൾ ത്യാഗം സഹിക്കുന്നത്. അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാ, ഉമ്മ സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മ. ഖദീജ ബീവി തളർന്ന് വീഴുകയാ, ഖദീജ ബീവി തളർന്ന് വീഴുകയാണ്. പച്ചപ്പുല്ല് പറിച്ചിട്ട് പൊന്നുമോളെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന പൊന്നു പെങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ എന്താ സഹിച്ചത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിച്ചവരാ പെങ്ങളെ നമ്മള്? എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അറിയുമോ? പൊന്നുമോള് കരഞ്ഞുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യം പറയുമ്പോ